ചൈനയിൽ ബെയ്ജിംഗ് നഗരത്തിലെ ഏറ്റവും വലിയ കെട്ടിടം സിറ്റിക് ടവർ 116 നിലകളുണ്ട്. 116 നിലകൾ. ഈ കെട്ടിടത്തിലേക്ക് ഒരു വിമാനം, ഒരു ചെറുവിമാനം, 2 സീറ്റുള്ള ഒരു ചെറുവിമാനം ഇടിച്ചു കയറി. 65-ാം നിലയിലേക്കാണ് ഇടിച്ചു കയറിയത്. പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും 2001 9/11 വേൾഡ് ട്രേഡ് സെൻറ്റർ ഇതുപോലെയാണ് വിമാനം ഇടിച്ച് കയറി തകർത്ത് തരിപ്പണമാക്കിയത്. അതിൻ്റെ സമാനമായ സംഭവമാണ് ചൈനയിൽ നടന്നത്. പക്ഷേ ചൈന വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചിത്രങ്ങൾ, ഇതിൻ്റെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സംഗതി ഗൗരവമുള്ള കാര്യമാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം നടക്കുന്നതുകൊണ്ട് അവിടെ നിന്നുള്ള വാർത്തകൾ സെൻസേഡാണ്, പുറത്തേക്ക് വരുന്നില്ല. ചൈനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഭീകരാക്രമണമാണോ നടന്നിരിക്കുന്നത് എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഈ വിമാനം ഇടിച്ച് കയറിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ചൈനയിലുള്ള ഷുവാങ്വി ജനറൽ ഏവിയേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ സൺവാർഡ് SA-60 എൽ അറോറ എന്ന് പറയുന്ന ചെറുവിമാനം, 2 സീറ്റുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ B-12PP. ഈ വിമാനമാണ് 2 ദിവസം മുമ്പ് വൈകുന്നേരം 6 മണിയോടടുപ്പിച്ച് ഈ കെട്ടിടത്തിലേക്ക് നേരെ ഇടിച്ച് കയറിയത്. ഇതൊരു പരിശീലന വിമാനമാണ്. ഈ പരിശീലന വിമാനം ഇങ്ങനെ പറന്നു വന്ന് കയറി ഇടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓർക്കാം, ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി പുതിയ ആളുകളെ ആരെങ്കിലും പരിശീലിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി വഴിതെറ്റി വന്ന് വീണതായിരിക്കാം എന്നുള്ള സംശയമുണ്ടാവാം. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളുടെ പോക്ക്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇസ്ലാമിക തീവ്രവാദികളാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ, അമേരിക്കയിലെ ഏറ്റവും വലിയ അടയാളങ്ങളിലൊന്നായ ഇരട്ട ടവറുകൾ, ട്വിൻ ടവേഴ്സ്, അത് ഇടിച്ച് തകർത്ത് കത്തിച്ച് വലിയ വിമാനം കൊണ്ടിടിച്ച് 2977 പേരാണ് 2001 ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ബിൻ ലാദനെ കുറിച്ച് അറിയാമല്ലോ. അതിനുശേഷമാണ് ബിൻ ലാദനെ പാകിസ്ഥാനിൽ അബാട്ടാബാദിൽ പോയി വേട്ടയാടി അമേരിക്ക പിടിച്ച് കൊലപ്പെടുത്തിയത്. ഇപ്പോഴും ചില തിയറിയൊക്കെ ഉണ്ട്, ഒസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ടിട്ടില്ല. അവിടെ പാകിസ്ഥാനിൽ പോയി അമേരിക്ക പിടികൂടിയത് അയാളുടെ ഡ്യൂപ്പാണ് എന്നൊക്കെ പറയുന്ന കഥകൾ ഇസ്ലാമിസ്റ്റുകൾ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. അമേരിക്ക കിട്ടിയ അയാളുടെ DNA ഒക്കെ പരിശോധിച്ച് ആളെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് അമേരിക്ക തട്ടിക്കളയുള്ളൂ. അയാളുടെ പൊടി പോലും കിട്ടാതിരിക്കാൻ കൊന്ന് കത്തിച്ച് കടലിൽ ആ ചാരമൊഴുക്കി എന്നാണ് പറയപ്പെടുന്നത്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ചൈനയിലേക്ക് തിരിച്ചു വരാം. ചൈനയിൽ ഈ വിമാനം ബെയ്ജിങ്ങിൻ്റെ 45 കിലോമീറ്റർ കിഴക്കുള്ള പിങ്കു ജില്ലയിലെ ഷിഫോസി എയർപോർട്ടിൽ നിന്നാണ് പറന്നുയർന്നത്. രാവിലെ 10:32 ഈ വിമാനം പറന്നുയർന്നു. വൈകിട്ട് 5:17 വരെ ഇത് തുടരെ പറന്നു. നോക്കൂ, ഒരു വിമാനം രാവിലെ 10:32 ഷിഫോസി വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നു. വൈകിട്ട് 5:17 വരെ തുടരെ പറക്കുന്നു. ഇത് പറക്കലിൻ്റെ വിശദാംശങ്ങളും പറയുന്നുണ്ട്. ആദ്യമേ ഷിഫോസിയിൽ നിന്ന് 18 കിലോമീറ്റർ തെക്കോട്ട് പറന്നു, പിന്നെ 4 കിലോമീറ്റർ പുറകോട്ട് പറന്നു, പിന്നെ വീണ്ടും 4 കിലോമീറ്റർ തിരിച്ചു പറന്നു. അങ്ങനെ ട്രിപ്പ് അടിച്ചു വിമാനം ഏതാണ്ട് 6 മണിക്കൂർ. ഇങ്ങനെ ഒരു പരിശീലന വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ പറക്കുന്ന പതിവില്ല. ഇടയ്ക്കത് ഇറങ്ങും. ഭക്ഷണം കഴിക്കാൻ പോലും ഇറങ്ങാതെ ഈ പരിശീലന വിമാനം, 2 പേർക്ക് കയറാവുന്ന ഈ പരിശീലന വിമാനം തുടർച്ചയായി 6 മണിക്കൂർ പറന്നു. എന്നിട്ട് 5:17 ഈ വിമാനം ഷിഫോസി എയർപോർട്ടിൽ ഇറങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും പറന്നു. ഈ 10 മിനിറ്റ് കഴിഞ്ഞുള്ള ഈ പറക്കലാണ് വളരെ നിർണായകമായ ഈ ആക്രമണത്തിലേക്ക്, ഈ ഇടിച്ചു കയറലിന് കാരണമായത്. ടവറിന് ഏതാണ്ട് 6.22 കിലോമീറ്റർ എത്തിയപ്പോൾ വിമാനത്തിൻ്റെ ട്രാൻസ്പോണ്ടർ അങ്ങ് ഓഫാക്കി. അപ്പോൾ വിമാനം പറന്നു വരുന്നത് റഡാറുകളിൽ കാണാതിരിക്കാൻ വിമാനത്തിൻ്റെ ട്രാൻസ്പോണ്ടർ ഈ സിറ്റിക് ടവറിൽ നിന്ന് വെറും 6.5 കിലോമീറ്റർ 6.22 എന്ന് പറയുമ്പോൾ 6 കിലോമീറ്റർ 220 മീറ്റർ എത്തുമ്പോൾ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തു. വിമാനം പറന്നു വരുന്നത് കാണാതിരിക്കാൻ വേണ്ടി ഓഫ് ചെയ്തു. എന്നിട്ട് 2825 അടി ഉയരത്തിൽ പറന്നിരുന്ന വിമാനം 1640 അടിയിലേക്ക് താഴ്ത്തിയിട്ട് ഈ കെട്ടിടത്തിന് നേരെ 112 നിലകളുള്ള 527.7 മീറ്റർ ഉയരമുള്ള ഈ കെട്ടിടത്തിലേക്ക് വന്നിടിച്ചു. ഇതാണ് സംഭവിച്ചത്. വിമാനത്തിലെ പൈലറ്റ് തൽക്ഷണം കൊല്ലപ്പെട്ടു. 65-ാം നിലയിലേക്കാണ് വിമാനം ഇടിച്ചു കയറിയത്. ഒരു വിമാനം വന്ന് ഇടിച്ചു കയറുമ്പോൾ അതിൻ്റെ ഏവിയേഷൻ ഫ്യൂവൽ ടാങ്ക് പൊട്ടിത്തെറിക്കും, വലിയ തീപിടുത്തമുണ്ടാകും. എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നറിയില്ല, ലോകം അറിഞ്ഞിട്ടില്ല. ഇത് ചൈനയിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുന്ന അന്താരാഷ്ട്ര ഏജൻസികൾ പുറത്തുവിട്ട വിവരങ്ങളാണ് ഈ പറയുന്നത്.
അപ്പോൾ നോക്കൂ, ഒരു വിമാനം പറന്നു വരുന്നു, അത് തുടരെ പറക്കുന്നു, അത് എന്നിട്ട് ട്രാൻസ്പോണ്ടർ ഓഫാക്കി അതിൻ്റെ സുരക്ഷിതമായ ഉയരത്തിൽ നിന്ന് താഴത്തോട്ട് വന്നിട്ട് ഈ ടവറിലേക്ക് ഇടിച്ചു കയറുന്നു. മാത്രമല്ല, ചൈനയിൽ ബെയ്ജിങ്ങിന് ചുറ്റും റിംഗ് റോഡുകളുണ്ട്. അതിൽ മൂന്നാമത്തെ റിംഗ് റോഡിൽ നോ ഫ്ലൈ ഏരിയ ആണ്. ആ മൂന്നാമത്തെ റിംഗ് റോഡിൻ്റെ ഭാഗത്തേക്ക് വിമാനങ്ങളൊന്നും പറക്കാൻ പാടില്ല, വിമാനം പറക്കാൻ പാടില്ല, ഡ്രോൺ പറക്കാൻ പാടില്ല. കാരണം ചൈനയിലെ അത്യുന്നതർ, ചൈനീസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ് തേർഡ് റിംഗ് റോഡ്. ഈ തേർഡ് റിംഗ് റോഡിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പാണ് സൺവാർഡ് SA-60L അറോറ എന്ന് പറയുന്ന ഈ വിമാനത്തിൻ്റെ ട്രാൻസ്പോണ്ടർ ഓഫാക്കിയത്. അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊക്കെ വളരെ ആസൂത്രിതമായി ചെയ്തതാണ് എന്ന് വരുന്നു. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തകർക്കപ്പെട്ട, ഇടിച്ചു കയറിയ ഈ സിറ്റിക് ടവറിൽ നിന്ന് വെറും 400 മീറ്റർ മാറിയാൽ മറ്റൊരു കൂറ്റൻ കെട്ടിടമുണ്ട്. 1082 അടി ഉയരമുള്ള കെട്ടിടം. ആ കെട്ടിടത്തിൻ്റെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ചില സാമ്യം തോന്നും. ആ കെട്ടിടത്തിൻ്റെ പേര് ചൈന വേൾഡ് സെൻറ്റർ 3 എന്നാണ്. അമേരിക്കയിൽ തകർക്കപ്പെട്ടത്, വിമാനം ഇടിച്ച് തകർക്കപ്പെട്ടത് വേൾഡ് ട്രേഡ് സെൻറ്റർ ആണെങ്കിൽ, ഈ സിറ്റിക് ടവറിൻ്റെ കഷ്ടിച്ചു 300 മീറ്റർ, 300-400 മീറ്ററിന് അപ്പുറത്താണ് ചൈനയുടെ ഏറ്റവും വലിയ പ്രസ്റ്റീജിയസ് ആയ ചൈന വേൾഡ് സെൻറ്ററിൻ്റെ കെട്ടിടമുള്ള 1082 അടിയാണ്. അതായത് നോക്കൂ, ആ വിമാനം ഇടിക്കും മുമ്പ് 1640 അടിയിലേക്ക്, 2825 അടിയിൽ പറന്നിരുന്ന ഈ വിമാനം 1640 അടിയിലേക്ക് പറന്നു. എന്നിട്ട് 1042 അടിയിലേക്ക് വന്നു. ചൈന വേൾഡ് സെൻറ്ററിൻ്റെ ഉയരം 1082 ആണ്. അതായത് 1042 അടിയിലേക്ക് ഉയരത്തിൽ ഈ വിമാനം പറന്നാൽ ഈ വിമാനം കൊണ്ട് ചൈന വേൾഡ് സെൻറ്റർ തകർക്കാമായിരുന്നു. ഒരുപക്ഷേ ചൈന വേൾഡ് സെൻറ്റർ തകർക്കാൻ വേണ്ടി 1042 അടി താഴ്ത്തിപ്പറത്തിയ വിമാനം എന്തോ കാരണം കൊണ്ട് ദിശ തെറ്റിയോ മറ്റോ ഈ സിറ്റിക് ടവറിലേക്ക് ഇടിച്ചതാണോ അറിയില്ല. ഇതിൻ്റെ ഉത്തരം എന്തെങ്കിലും പുറത്തു വരുമോ എന്നറിയില്ല. നോക്കൂ, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ചൈന എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം ഉരുക്കുമറയുള്ള ഒരു രാജ്യമായതുകൊണ്ട് അവിടുത്തെ വാർത്തകൾ സെൻസർ ചെയ്ത് മാത്രമേ അവർ പുറത്തു വിടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരാത്തതും മാധ്യമങ്ങൾ അറിയാത്ത. പക്ഷേ ഇതൊക്കെ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നുണ്ട്. ചൈനയിൽ നടന്നത് വലിയ ഒരു ഭീകരാക്രമണമാണ്. ഇസ്ലാമിക ശക്തികൾ ചൈനയെ ആക്രമിക്കുന്നു. ഇനി അതുതന്നെയാണോ? ഇപ്പോൾ നോക്കൂ, ലോകത്തിലെ സിറ്റുവേഷൻ വല്ലാതെ മാറിയിട്ടുണ്ട്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന് നേരെ നടക്കുന്ന ആക്രമണം, ഇറാൻ അതിൻ്റെ ശക്തിയെക്കുറിച്ച് ലോകത്തിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെയൊക്കെ മാറ്റിവെച്ച് അതിഭീകരമായി അമേരിക്കയ്ക്ക് എതിരെ തിരിച്ചടിക്കുകയാണ്. സമാധാന കരാറിൻ്റെ MOU ഒപ്പുവെച്ചതിന് ശേഷവും ലെബനോണിൻ്റെ പേരിലുള്ള സംഘർഷം തുടരുന്നു. ഇപ്പോൾ കുവൈറ്റും ഖത്തറും ബഹ്റൈനും അടക്കമുള്ള രാജ്യങ്ങൾ വീണ്ടും ഇറാൻ്റെ ആക്രമണ ഭീഷണിയിലാണ്. ഹോർമുസിന് ബദലായിട്ട് ഒമാൻ്റെ തീരത്തുകൂടി വേറൊരു പാതയുണ്ടാക്കി കപ്പലുകൾ പോയാൽ അതും ഞങ്ങൾ സമ്മതിക്കത്തില്ല, എല്ലാവരും ഞങ്ങളുടെ ഹോർമുസ് വഴി തന്നെ പോകണം എന്ന് ഇറാൻ വാശി പിടിക്കുന്നു. എന്തൊരു ദുരന്തമാണെന്ന് നോക്കൂ. ഇത്രയും കാലം ഫെബ്രുവരി 28 വരെ എല്ലാവർക്കും ഉപയോഗിക്കാമായിരുന്നു ഹോർമുസ് കടലെടുക്ക്. അവിടെ യുദ്ധത്തിന് ശേഷം ഇറാൻ അവകാശം ഉന്നയിക്കുന്നു. ഇപ്പോൾ ഒരു ബദൽ പാതയായിട്ട് ഒമാനോട് ചേർന്ന്, ഒമാൻ്റെ സമുദ്രത്തിലൂടെ, നമുക്കറിയാലോ ഓരോ രാജ്യത്തിനും അവരുടെ സ്വന്തം ടെറിട്ടറി ഉണ്ട്, അത് കഴിഞ്ഞാണ് ഇൻ്റർനാഷണൽ വാട്ടേഴ്സ് ഉള്ളത്. ഒമാൻ്റെ തീരത്തോട് ചേർന്ന് കപ്പലുകൾ പോയാലും ഇപ്പോൾ ഇറാൻ സമ്മതിക്കത്തില്ല, അറ്റാക്ക് ചെയ്യും. അതാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ സ്വിറ്റ്സർലൻഡിൽ ഒപ്പുവെച്ചതിന് ശേഷം, ധാരണാപത്രം ഒപ്പുവെച്ചതിന് ശേഷം വീണ്ടും ആക്രമണം ഉണ്ടാകാൻ കാര്യം. അപ്പോൾ ഈ ഇറാന് സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? റഷ്യയും ചൈനയുമാണ്. അപ്പോൾ ഇസ്ലാമിക ഷിയ തീവ്രവാദ ശക്തികളായ ഹൂത്തികൾ, ഹിസ്ബുള്ള അടക്കമുള്ളവരൊക്കെ ഇറാൻ്റെ കൂടെയാണ്. IS അടക്കമുള്ളവരൊക്കെ തീർച്ചയായും ഇറാനെതിരായിരിക്കും. കാരണം അവർ ഷിയകൾക്കെതിരാണ്, സുന്നികളാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികളാണോ എന്ന കാര്യത്തിലും ചില ആശങ്കകളൊക്കെ ഉയരുന്നുണ്ട്. ഏതായാലും ചൈനയിൽ നടന്നിരിക്കുന്നത് ലോകത്തെ ഞെട്ടിച്ച 9/11 ഭീകരാക്രമണം പോലെ വിമാനം ഉപയോഗിച്ച് വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത് അവിടെ ഗ്രൗണ്ട് സീറോ, ഇപ്പോൾ ഒന്നുമില്ല അവിടെ. ആ കെട്ടിടങ്ങൾ തകർന്നുപോയി, ലോകത്തിലെ ഏറ്റവും കൂറ്റൻ കെട്ടിടങ്ങൾ. അതുപോലെ ഒരു ആക്രമണത്തിനാണ് ചൈനയിൽ ഭീകരന്മാർ ലക്ഷ്യമിട്ടത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇതിൻ്റെ മറ്റു വിവരങ്ങൾ, ആര് മരിച്ച ആളാരാണ്, വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു, ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ ചൈന പറയാതെ നമ്മൾ അറിയാനും പോകുന്നില്ല. ഇത്രയുമെങ്കിലും പുറത്തു വരുന്നത് ചൈനയിൽ നിന്ന്
ചോർത്തി കിടക്കുന്ന മാധ്യമപ്രവർത്തകർ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇക്കാര്യം പറയുന്നതുകൊണ്ടാണ്. ഏതായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഇതിനെക്കുറിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ട് ഇന്ത്യ ലൈവ് ആയിരിക്കും ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ലോകത്ത് ഏറ്റവും വലിയ വൻ ശക്തികളിലൊന്നായ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനമുള്ള ബെയ്ജിങ്ങിൽ പോലും ഒരു വിമാനം കൊണ്ടുവന്ന് അവിടുത്തെ കൂറ്റൻ കെട്ടിടം ഇടിച്ച് തകർത്ത് ആയിരക്കണക്കിന് ആളുകളെ കൊല്ലാനുള്ള പദ്ധതി ഇട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്ത ഞെട്ടൽ ഉണ്ടാവേണ്ടതാണ്. ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട് അത് മുടിഞ്ഞു പോട്ടെ എന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ ഉള്ളത് മനുഷ്യരാണ്. മനുഷ്യരെ കൊല്ലുക എന്നത് നമ്മൾ ഇന്നലെയാണ് ഏതാണ്ട് 15,000-ഓളം എലിവിഷത്തിൻ്റെ ഗുളികയുമായിട്ട് ഒരുത്തരെ പിടിച്ചത്. ഇപ്പോൾ ഇവിടുത്തെ ഇസ്ലാമിക മാധ്യമങ്ങൾ ഇന്നലെ വരെ അത് വാർത്തയാക്കിയില്ല. മലയാളത്തിൽ ആദ്യം അത് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യ ലൈവാണ്. അതിനുശേഷം ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ മീഡിയ വൺ എന്ന് പറയുന്ന മുക്കാൽ മീഡിയ അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ കാർഡൊക്കെ കാണണം. അയാൾ ഈ പിടിക്കപ്പെട്ട ആൾ ഒരു എക്സ് മുസ്ലിം ആയിരുന്നു. പേര് മുസ്ലിമിൻ്റെ ഫയാസ് എന്ന മറ്റാണ് പേര്. അതുകൊണ്ട് അയാൾ എക്സ് മുസ്ലിം ആയിരുന്നു. നമ്മുടെ ഹാരിഫ് ഹുസൈനെ പോലെ എക്സ് മുസ്ലിം ആയതുകൊണ്ടാണ് ഇത് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാദമായിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും ലോകം യുദ്ധഭീഷണിയിൽ മാത്രമല്ല, അതിലും വലിയ ഭീഷണി തീവ്രവാദത്തിൻ്റെ ഭീഷണിയാണ്. അത് ചൈനയിൽ പോലും അരങ്ങേറുന്നു. കാരണം ചൈന ഉയ്ഗൂർ മുസ്ലിമുകളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്നു എന്ന് അന്താരാഷ്ട്ര മുസ്ലിം സമൂഹം, കേരളത്തിലെ മുസ്ലിങ്ങളല്ല, അവർ പറഞ്ഞിട്ടേയില്ല. അവർക്ക് പലസ്തീനിലെ നിലവിളി മാത്രമേ കേൾക്കുള്ളൂ. അതുകൊണ്ട് ചൈനയെ ടാർഗറ്റ് ചെയ്ത് ഇസ്ലാമിക ശക്തികളാണോ എന്നതും നമുക്കറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചൈനയിൽ ബാക്കി നിൽക്കുന്ന മുസ്ലിമുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത്തരം വാർത്തകൾ ആദ്യം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യണേ.